വെൽക്കം everyone. ഇത് എൽ ജി 21 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഓസിലേഷൻ ഇല്ല, പവർ ലെഡി മാത്രം ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ 103 കാണിക്കുന്നത്, കുറച്ച് ലോ വോൾട്ടേജ് ആണ്. എച്ച് ഔട്ടിൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ 0 വോൾട്ടേജ് ആണ് കാണിക്കുന്നത്, ഒരു വോൾട്ടേജും അവിടെ വരുന്നില്ല. അപ്പോൾ എച്ച് ഔട്ടിൽ വോൾട്ടേജ് വരാത്തതിനൊരു കാരണമുണ്ട്. ഈ ടൈപ്പ് എൽ ജിയുടെ ബോർഡിലൊക്കെ പവർ സപ്ലൈ ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റർ ഉണ്ട്, ഒരു 2.2 ഓം റെസിസ്റ്റർ. ആ റെസിസ്റ്റർ വഴിയാണ് ഈ ഒരു വോൾട്ടേജ് കയറി പ്ലസ് ബി ലോട്ട്, അതായത് എല്ലോറ്റ് ലോട്ടൊക്കെ എത്തിയിട്ട് എച്ച് ഔട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ റെസിസ്റ്ററിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ എച്ച് ഔട്ടിൽ വോൾട്ടേജ് വരാതിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ റെസിസ്റ്റർ ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ഒരു റെസിസ്റ്ററാണ് 2.2 ഓം റെസിസ്റ്റർ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ചെറിയ ബൾജിങ് ഉണ്ട്. 160 വോൾട്ട് 47 mF ആണ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ആ കപ്പാസിറ്റർ മാറ്റിയിട്ട് ആ റെസിസ്റ്റർ ഊരിയെടുത്ത് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ഈ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആകുമ്പോഴാണ് സാധാരണ ഇങ്ങനെ ഈ ഒരു വോൾട്ടേജ് എച്ച് ഔട്ടിലൊക്കെ കാണിക്കാത്തത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആവണമെങ്കിൽ എന്തോ കാര്യമുണ്ട്. ചിലപ്പോൾ എൽ ഒ ടി കംപ്ലൈൻ്റ് ആയിരിക്കാം. എൽ ഒ ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയി പോകും. ഓക്കെ, ഇവിടെ ഈ റെസിസ്റ്റർ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഫോൾട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ പുതിയ റെസിസ്റ്റർ ഉണ്ട്, അത് ഇടാം. ഇതാണ് 2.2 ഓം റെസിസ്റ്റർ, 2 വാട്ട്. ഓക്കെ, പ്ലസ് 5% ടോളറൻസ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലേ, ബസർ അടിക്കുന്നുണ്ട്. നല്ല റെസിസ്റ്ററാണ്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ബസർ അടിക്കുന്നില്ല, ഫോൾട്ടാണ്. അപ്പോൾ ഈ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് വയ്ക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻസ് ഇടാനും മറക്കരുത്. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ മാത്രമല്ല ഈ ചാനലിലുള്ളത്, വേറെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഷോർട്ട് സെക്ഷനിലും കുറേ വീഡിയോസ് ഉണ്ട്, അല്ല നോർമൽ വീഡിയോ സെക്ഷനിലും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമയമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്യുക. കൂടെ ലൈക്ക് അടിക്കാനും മറക്കരുത് വീഡിയോയ്ക്ക്. അപ്പോൾ ചാനൽ 2K അടുപ്പിച്ചായിട്ടുണ്ട്, 2K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, മോണിറ്റൈസേഷൻ ഒന്നും ഓൺ ആയിട്ടില്ല. അപ്പോൾ ഏതായാലും ഇവിടെ ഈ ഒരു റെസിസ്റ്റർ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുമ്പോൾ 160 വോൾട്ട് 47 mF ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ ചെറുതായിട്ട് ബൾജായി നിൽക്കുന്നുണ്ട്. ഒരു കപ്പാസിറ്റർ ഓൾറെഡി ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം വാല്യൂ ഉള്ളത് വേറെ ഇടണം. ഓക്കെ, ഇതാണ് ആ കപ്പാസിറ്റർ 160 വോൾട്ട് 47 mF. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ചെറിയ ബൾജിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആ കപ്പാസിറ്റർ മാറ്റിയിട്ട് വേറെ ഇടുന്നുണ്ട്. ഇവിടെ ഞാനൊരു കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ടി വി ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആവാൻ എന്തെങ്കിലും കാരണം കാണും. ചിലപ്പം താനെ കംപ്ലൈൻ്റ് ആയി പോവും. അങ്ങനെ എനിക്ക് ഈ ടി വികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് നോക്കാം. ടി വി ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഓൺ ചെയ്തിട്ട് നോക്കിയപ്പോഴത്തേക്കും നേരത്തെ ആ പവർ ലീഡിയൊക്കെ കത്തുമായിരുന്നു. ഇപ്പോൾ ആ പവർ ലീഡി ഒന്നും കത്തുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അതായത് ഈ ഒരു റെസിസ്റ്റർ ഇട്ടപ്പോഴത്തേക്കും ഈ ഒരു വോൾട്ടേജ് കറക്റ്റ് എല്ലോറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലോറ്റിക്ക് എന്തോ ഫോൾട്ട് ഉണ്ടെന്നാണ് ഇതിനർത്ഥം, ഈ ഒരു പവർ എൽ ഇ ഡി കത്തിയില്ലെങ്കിൽ. ഓക്കെ, ഈ എല്ലോറ്റിയിലിട്ട് ഈ വോൾട്ടേജ് വന്നിട്ട് നേരെ എച്ച് ഔട്ടിലോട്ടാണ് പോകണം. അപ്പോൾ എല്ലോറ്റിക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഈ റെസിസ്റ്റർ കയറി ഓവർ ഹീറ്റ് ആവണം. മാത്രമല്ല ചിലപ്പോൾ ഈ റെസിസ്റ്റർ വീണ്ടും കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പവർ സപ്ലൈയിൽ കപ്പാസിറ്ററിലൊക്കെ ചാർജ് നിൽക്കുന്നുണ്ട്. പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജും കാണിക്കുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ ഇട്ട 2.2 ഓം റെസിസ്റ്ററിൻ്റെ ഒരു കാല് ഇളക്കി വിട്ടിട്ട് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം, വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന്, അത് പവർ ലീഡിയൊക്കെ കത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ആ കാലിളക്കി വിട്ടിട്ട് ഓൺ ചെയ്തപ്പോഴത്തേക്കും പവർ എൽ ഇ ഡി ഓണായിട്ടുണ്ട്. അപ്പോൾ കൺഫേം ചെയ്യാം എൽ ഒ ടി കംപ്ലൈൻ്റ് ആണ്. പവർ എൽ ഇ ഡി ഓണായത് മാത്രമല്ല കറക്റ്റായിട്ട് ആ ഒരു പവർ സപ്ലൈ ഔട്ട്പുട്ടിൽ ഒരു 103 വോൾട്ട് കാണിക്കുന്നുണ്ട്. 113 നോർമൽ വോൾട്ടേജ്. അപ്പോൾ ഇതാണ് ഇതിൽ നിളക്കി എൽ ഒ ടി 6174V 6006M ആണ് പുതിയ എൽ ഒ ടി ആണ് ആരും ഇട്ടത്. അപ്പോൾ ഏതായാലും ഇനി എൽ ഒ ടി മാറ്റണം. അപ്പോൾ എൽ ഒ ടി കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണ് നേരത്തെ ഉള്ള ആ റെസിസ്റ്ററും കംപ്ലൈൻ്റ് ആയിരുന്നത്. ഓക്കെ, എൽ ഒ ടി കംപ്ലൈൻ്റ് ആയിട്ടാണ് ആ റെസിസ്റ്ററും കംപ്ലൈൻ്റ് ആയിട്ട് പോയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനി വേറെ എൽ ഒ ടി ഇടണം. ഇവിടെ ഒരു പഴയ എൽ ഒ ടി ഉണ്ട്, അത് ഏതായാലും ഇട്ട് ഓൺ ചെയ്ത് നോക്കാം.
നല്ല LOT ആണത്. അപ്പോൾ ബോർഡ് വേറെ കംപ്ലൈൻ്റ് ആണ് അതിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനി പുതിയ LOT വാങ്ങിച്ചിടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല, വേറെ ഒന്നുമല്ല, റിസ്ക്കാണ്. ഇനിയിപ്പോൾ ഒരു നിവർത്തിയില്ലെങ്കിൽ വാങ്ങിച്ചിട്ടേ പറ്റൂ. ഈ 6006 LOT വാങ്ങിച്ചിട്ട് എല്ലാം ഇതേപോലെ കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ചിലത് പവർ സപ്ലൈ ഹൈ ആയാലും കംപ്ലൈൻ്റ് ആവും, അതല്ലാതെയും ചിലത് കംപ്ലൈൻ്റ് ആയി അങ്ങ് പോകും. വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ അടിച്ചു പോകണമെന്ന്, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ആ LOT ഇട്ടിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഒരു 3 മാസത്തിന് മുമ്പ് 6002K LGയിൽ പറഞ്ഞ LOT ആണ് പുതിയത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 13-14 ദിവസം കിടന്ന്. അത് കഴിഞ്ഞിട്ട് LOT അടിച്ചു പോയി. പവർ സപ്ലൈ വോൾട്ടേജൊക്കെ നോർമലാണ്, വേറെ ഇഷ്യൂസൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചിലത് കിടക്കും, ചിലത് ഇതേപോലെ അടിച്ചു പോകും. അത് 6006M ആണെങ്കിലും 6002K ആണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് LOT ഊരി മാറ്റിയിട്ടുണ്ട്. 125 കാണിക്കുന്നത്, ഹൈ വോൾട്ടേജാണ്. അപ്പോൾ LOT ഇടുമ്പോഴത്തേക്കും കറക്റ്റ് ആയിക്കോളും. ഓക്കെ, 113 ആയി വന്നോളും. ഇവിടെ ഇപ്പോൾ LOT ഇട്ടിട്ടുണ്ട്, പഴയ LOT ആണ്. ഇനി ഇതിൻ്റെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. പറ്റി ഓൺ ചെയ്തിട്ടുണ്ട്, പവർ LED ഒക്കെ കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്, ഓസിലേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇതാ ചെക്ക് ചെയ്യുമ്പോൾ 112 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് TVയിൽ കണക്ട് ചെയ്ത് നോക്കാം. TV ഓൺ ചെയ്തിട്ടുണ്ട്, ഇത് കറക്റ്റായിട്ട് ഓണായി വന്നിട്ടുണ്ട്, വേറൊരു കംപ്ലയിൻസും ഇല്ല, എല്ലാം പക്ക കണ്ടീഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് അടിക്കണം, ചാനലൊന്നും കയറി സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.